അതിന്റെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കൂട്ടുകാരോട് പറഞ്ഞു, ബന്ധുക്കളോട് പറഞ്ഞു, അയൽവക്കക്കാരോട് പറഞ്ഞു, പരിചയമുള്ള എല്ലാവരോടും പറഞ്ഞു. എല്ലാവരുടെയും നെഗറ്റീവ് കേട്ടു. അതിൽ നിന്നും ഈ ഷോപ്പ് ഇടേണ്ട ഒരു സന്ദർഭം വന്നപ്പോ അവര് ചോദിച്ചത് നിനക്ക് തലക്ക് സുഖമില്ല എന്നാ ചോദിച്ചത്. കാരണം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പെരിഞ്ഞനത്ത് തന്നെ പൂട്ടിപ്പോയൊരു സ്ഥാപനമാണ് അർസീമിന്റെ ഷോപ്പ്. ഈ പൂട്ടിപ്പോയൊരു സ്ഥാപനം നിനക്ക് തുടങ്ങാനായിട്ട് എന്തുകൊണ്ട് നിനക്ക് തലക്ക് സുഖമില്ല എന്ന് ചോദിച്ചത്. അപ്പോ ഇത് 6 മാസം കൊണ്ട് പൂട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ കേൾക്കല് എന്നോട് ഭ്രാന്താണെന്ന് ചോദിച്ചവനും അടക്കം അവിടെ കുത്തിയിരുന്നിട്ട് ഞാൻ മുമ്പ് ഇരുന്നിരുന്ന പീഡിയർ അവിടേക്ക് ഇരുന്ന് വർത്താനം പറയല്ലോ നമ്മൾ കൂട്ടുകാരായിട്ട്, അന്ന് പണിയില്ലാത്ത സമയത്ത്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുവിധം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ആ കമ്പനി അടിച്ച് കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ അപ്പൊ അവരോടായിരിക്കും നമ്മൾ കൂടുതൽ ആശയം പറയാം. അപ്പൊ അവര് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ മാറിക്കഴിയുമ്പോ എന്നോട് പറഞ്ഞതാണ് അവിടെ. അതിൽ ചില ആളുകൾ നമ്മളോട് വന്ന് തന്നെ പറയുമല്ലോ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. 6 മാസം കൊണ്ട് ഇത് കൂട്ടിപ്പോകുമെന്ന് പറഞ്ഞു. ഇന്നും ആ അവരുടെ വാക്ക് കേൾക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അവരിയ്ക്കുന്ന അതേ പീഡിയിൽ തന്നെയാണ് അവിടെ ഞാൻ ഇരിക്കേണ്ടി വന്നത്. ഇന്നും അവരവിടെ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കഥയും പറഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകളും പരാധീനതകളും സൊസൈറ്റി ലോണിനും വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എന്തായി, ഇവിടെ ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഷോപ്പായി ഇത് മാറാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഷോപ്പ് വഴി ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഒരു അവസരങ്ങളും കൊടുക്കാനായിട്ട് സാധിച്ചു. കാരണം എനിക്ക് കിട്ടിയത് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന എന്തായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മറ്റുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് നെഗറ്റീവിലേക്ക് പോവാതെ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പഴയ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ഇരിപ്പടേ നമുക്കുള്ളൂ, വേറെ നമുക്ക് നേടാനായിട്ടൊന്നുമില്ല. പക്ഷെ അതിനെ മറികടന്ന് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, കാരണം വിജയിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് സാറ് പറഞ്ഞത്. അവിടെ അപ്ലൈനെ നമ്മളെ എന്ത് വേണം, ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ്റെ വാക്കുകൾ വേണം കേൾക്കാൻ. അല്ലാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന തോറ്റു നിൽക്കുന്ന ആളുകളുടെ വാക്ക് കേട്ടാൽ നമ്മൾ തോൽവിയിലേക്കായിരിക്കും പോവുക. വിജയിച്ചിട്ടുള്ള ആളുകളുടെ വാക്ക് കേൾക്കുക. അർസീമിലൂടെ തീർച്ചയായും ആ വാക്കുകൾ നമ്മൾക്കും നാളെ അത് വിജയത്തിലേക്ക് വരും. എല്ലാവർക്കും അർസീമിലൂടെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.